നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ നമ്മുടെ മോളെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നതിന് ചേച്ചോട് തന്നെ പറയുന്നേ. ഏട്ടത്തി കൂടി വന്നാലേ ശരിയാവും. എന്ത് ശരിയാവുള്ളൂ നീ പറയുന്നേ? അതിരെ പറയുന്ന കേക്ക്. കുഞ്ഞവിടെ കിടന്ന് കരഞ്ഞ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് ഏട്ടത്തിയും കൂടെ കൊണ്ടുപോവാ. നാളെ അവിടെ നമ്മുടെ കുഞ്ഞ് മാത്രമല്ല വരുന്നത്, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. അവരൊക്കെ ചിലപ്പോ കരഞ്ഞൊന്നും വരും എന്ന് കരുതി എല്ലാ കുഞ്ഞുങ്ങളുടെ അമ്മമാരും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ വല്യമ്മമാരെയും കൊണ്ടാണോ ഹോസ്പിറ്റലിൽ വരുന്നത്? എന്റെ കുഞ്ഞിന് കരഞ്ഞാലും എന്ത് വേണോന്ന് എനിക്കറിയാം. നീ എന്തിനെത്ര വാശി കാണിക്കുന്നത്? ഇപ്പോ ഏട്ടത്തി കൂടി വന്ന എന്താ കുഴപ്പം? അവരും കൂടി വരണോന്ന് സന്ദീപ് എന്തിനാ എത്ര നിർബന്ധം പിടിക്കുന്നത്? നാളെ നമ്മുടെ മോളെ കൊണ്ട് നമ്മൾ മാത്രം പോവും, മറ്റാരും വരണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. നോക്ക്, ആദ്യമായിട്ട് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നത്. അപ്പോ അവിടെ എങ്ങനെയാണെന്നോ എത്ര സമയം എടുക്കുമെന്നോ നമുക്ക് അറിയില്ല. എന്റെ ചേച്ചിക്ക് അതൊക്കെ പിന്നെ കൃത്യമായിട്ട് അറിയായിരിക്കും. കാരണം ആ ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സ് ആയിരുന്നല്ലോ പണ്ട്, അല്ലേ? ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി തന്നെയാ സന്ദീപ് എല്ലാവരും പഠിക്കുന്നത്. അല്ലാതെ ഇത് കാര്യങ്ങളും വന്ന് പഠിപ്പിച്ചു വരുമോ? ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ ഒറ്റ പ്രാവശ്യത്തേക്ക്, നാളെ ആദ്യം ആയതുകൊണ്ട് ഒരു തവണത്തേക്ക് അമ്മയോടൊപ്പം വല്യമ്മയും കൂടെ വന്നോട്ടെ. ഇത് സന്ദീപ് നിർബന്ധം പിടിച്ചോണ്ട് മാത്രം കേട്ടോ. മതി, നാളെ ഒരു ദിവസത്തേക്ക് മാത്രം മതി. പാവം ഏട്ടത്തിക്ക് അത് സന്തോഷാവും. ഞാനെന്നാ അർച്ചന അടുത്തൊരു വിവരം പറഞ്ഞിട്ട് വരാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, അപ്പൊ പറയണ്ടേ? ഏട്ടത്തി രാവിലെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ? ആ കാര്യം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യാൻ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞത് എന്റെ ചേച്ചിയെ കൊണ്ടുവന്ന കാര്യമല്ല, അവളുടെ മൂത്ത വല്യമ്മയായ അവന്തികേട്ടത്തെ കൊണ്ടുവന്ന കാര്യ. ഞാൻ പറഞ്ഞത് സന്ദീപ് തെറ്റിദ്ധരിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും കൂടെ വന്നാ പോരെ? നീ കൂടുതൽ വർത്താനം പറയണ്ട. നിന്നോട് വന്ന അഭിപ്രായം ചോദിച്ചത് എന്റെ തെറ്റ്. എന്ത് വേണമെന്നേ എനിക്കറിയാം. ഞാൻ പറയുന്ന നീ അങ്ങ് അനുസരിച്ചാ മതി. നാളെ നമ്മളോടൊപ്പം ഏട്ടത്തി ഉണ്ടാവും. ഇനി നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വരണ്ട. ഞാനും ഏട്ടത്തിയും കൂടെ പൊയ്ക്കോളാം. സന്ദീപ്, എടുത്തി 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 നാളെ കുഞ്ഞിന് ഫസ്റ്റ് വാക്സിൻ കൊടുക്കേണ്ട ദിവസം. അന്നത്തെ പോലെ കുഞ്ഞ് കരയോ മറ്റോ ചെയ്താ ആതിരെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ ഏട്ടത്തിയും കൂടെ ഞങ്ങളോട് ഹോസ്പിറ്റലിലേക്ക് വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.